2008 ഡിസംബർ 4 സമയം 4 മണി കഴിഞ്ഞ സമയമാണ്. പെരുമൺ നാരായണവിലാസം സ്കൂളിലെ കുട്ടികൾ റോഡരികിലൂടെ ഇങ്ങനെ വരിവരിയായി നടക്കുകയാണ്. കൊച്ചു കൊച്ചു കഥകളും പറഞ്ഞ് കലപില ശബ്ദമൊക്കെ ഉണ്ടാക്കി ആ കുരുന്നുകൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. റോഡിന്റെ വലതുവശത്തു കൂടി നടക്കണമെന്ന് അവർക്കറിയാം, പഠിച്ചിട്ടുണ്ട് കാര്യം, ടീച്ചർ പറഞ്ഞിട്ടുമുണ്ടാകും. പക്ഷേ പിന്നിൽ പതിയിരുന്ന അപകടം അവർ അറിഞ്ഞില്ല. അതിവേഗത്തിൽ വന്ന വാഹനം ആ കുഞ്ഞു ദേഹങ്ങളിൽ കയറിയിറങ്ങുകയായിരുന്നു. 10 ജീവനുകളാണ് നിരത്തിൽ പൊലിഞ്ഞത്. ഒരു നാടാകെ തീരാ ദുഃഖത്തിൽ അമർന്നു. ആ കുഞ്ഞു വലിയ ഓർമ്മകളിൽ ഒരു സ്മാരകം അവിടെ ഉയർന്നു നിൽപ്പുണ്ട്. കുരുന്നുകൾ നിശബ്ദമായി ഉറങ്ങുന്നയിടം. ആ ഓർമ്മകൾക്ക് ഇന്ന് 16 വർഷം തികയുകയാണ്. അർജുൻ കല്യാടുണ്ട് പെരുമണ്ണിൽ നിന്ന്. അർജുൻ, നമ്മളൊക്കെ തന്നെയും പലപ്പോഴും ആ വഴി യാത്ര ചെയ്യുന്നതാണ്. ഇപ്പോഴും ഒട്ടൊരു വേദനയോടെ അല്ലാതെ നമുക്ക് ആ സ്മാരകത്തിലേക്ക് നോക്കാൻ കഴിയില്ല. ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ തന്നെയാണ് ഇപ്പോഴും ആ നാടുള്ളത്. ആ നടുക്കത്തിൽ നിന്ന് ഇത്രയധികം വർഷത്തിന് ശേഷവും അവർക്ക് മോചിതരാകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. വിനീത, കഴിഞ്ഞ കണ്ണീർ തോരാത്ത 14 വർഷങ്ങളുടെ ഓർമ്മയാണ് പെരുമണ്ണുകാർക്ക് പെരുമണ്ണ് വാഹനാപകടം. ഈ മരിച്ച 10 കുട്ടികളുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ഈ സ്മൃതി കുടീരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്: ഒച്ചയുണ്ടാക്കരുത്, കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്, നമുക്ക് കാത്തിരിക്കാം, ഇവർ ഉണരുന്നത് വരെ. കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണ്, നമ്മളായി ഇവരുടെ ഉറക്കം ഉണർത്തുന്നില്ല. പക്ഷേ ഈ നാടിന് ഇവരെ മറക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഡിസംബർ 24 തീയതിയെ ഈ നാട് ഓർത്തുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കലും ഈ നാടിന് അത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഇവിടെ എത്തിയിട്ടുള്ള ഓരോ മനുഷ്യരോടും അല്പസമയം മുമ്പ് വരെ ഈ പ്രദേശവാസികളായിട്ടുള്ള ഓരോ ആൾക്കാരും ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ റോഡിനോട് ചേർന്നുള്ള സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഈ ഒരു സ്മൃതി കുടീരത്തിനരികിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ആൾക്കാരും വാഹനം നിർത്തി ഇവിടെ എത്തി അല്പം ശാന്തമായി, ഒന്നും മിണ്ടാതെ, ആരോടും ഒന്നും പറയാതെ, കൂട്ടമായി വന്നവർ പോലും പരസ്പരം ഒരു വാക്ക് പോലും ഉരിയാടാതെ പ്രാർത്ഥനയോടുകൂടി ഇറങ്ങിപ്പോകുന്ന കാഴ്ച. അവരോടൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു, ഈ അപകടത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഓർമ്മയിലുള്ളത്? കരളലിയിപ്പിക്കുന്ന അനുഭവങ്ങൾ അവരുടെ എല്ലാം മനസ്സിലുണ്ടെങ്കിൽ കൂടി അവർക്കാർക്കും ഈ ഒരു ദിവസത്തെപ്പറ്റി ഓർക്കാൻ ഒരു താല്പര്യവുമില്ല. അവരെല്ലാം പറയുന്നത് മറക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ദിവസത്തെപ്പറ്റി നമ്മളെല്ലാം ഓർക്കുന്നതെന്നാണ്. നമ്മൾ നിൽക്കുന്നത് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഈ ഒരു സ്മൃതി കുടീരത്തിനരികിലാണ്. ഇവിടെ തന്നെയാണ് ഈ അപകടം നടക്കുകയും ചെയ്തത്. അതായത് ഈ സംസ്ഥാന പാത അരികിലൂടെ റോഡിൻ്റെ വലതുവശത്തുകൂടെ 21 കുഞ്ഞുങ്ങൾ വരിവരിയായി നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു, അതായത് റോഡിന് വലതുവശം ചേർന്ന് മാത്രം സഞ്ചരിക്കണം, വരിവരിയായി മാത്രം പോകണം. അത് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു നിർദ്ദേശമായി കുട്ടികളോട് പറഞ്ഞതാണ്. അങ്ങനെ അവരെല്ലാം ഈ റോഡിൻ്റെ വലതുവശത്തുകൂടി തൊട്ടടുത്ത് ഒരു 250 മീറ്റർ അകലെയാണ് ശ്രീനാരായണ വിലാസം ALP സ്കൂളുള്ളത്. അവിടെ നിന്നും വരിവരിയായി കുട്ടികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഇതിന് തൊട്ടടുത്ത് വെച്ച് അതായത് കുട്ടികളുടെ സഞ്ചരിക്കുന്ന അതേ ദിശയിലൂടെ വന്നിട്ടുള്ള വാഹനം ഇവരിലേക്ക് പാഞ്ഞു കയറുന്നത്. തൊട്ടടുത്ത് നമുക്ക് ആ ബസ് സ്റ്റോപ്പൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അതിന് തൊട്ടടുത്ത് തന്നെയാണ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കടയുണ്ട്. രാമകൃഷ്ണൻ്റെ മോളുണ്ട്, മിഥുന, 5 വയസ്സ് മാത്രമാണ്. ആ മകള് എത്തുന്നതും കാത്ത് രാമകൃഷ്ണൻ ആ കടയിൽ നിൽക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് രാമകൃഷ്ണൻ്റെ വീട്. അവരെല്ലാവരും ഈ 21 കുട്ടികൾ വരുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ഇപ്പോൾ മകൾ ഇവിടെ എത്തുന്നത് അവരെല്ലാം കാണുന്നുണ്ട്. കുട്ടികളെല്ലാം വരിവരിയായി വരുന്നത് കാണുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് നേരെ ഒരു ക്രൂയിസർ മോഡലിലുള്ള ഒരു ജീപ്പ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുന്നത്. അങ്ങനെ ഈ പാഞ്ഞു കയറി ഈ രാമകൃഷ്ണനൊക്കെ അത് കാണുന്നുണ്ട്. അവരുടെ മകൾ 5 വയസ്സുള്ള മിഥുന ഉൾപ്പെടെ ആ കൂട്ടത്തിലുണ്ട്. 10 കുട്ടികൾ, 9 പേർ തൽക്ഷണം തന്നെ മരിച്ചു. ഒരാൾ കുറച്ച് ദിവസം ആശുപത്രിയിൽ വലിയ ഗുരുതരമായ പരിക്കുകൾ ഏറ്റ് ആശുപത്രിയിൽ കഴിയുന്നതിനിടെയാണ് മരണപ്പെട്ടത്. ആ 10 പേരുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്തത് ഈ ഒരു സ്മൃതി കുടീരം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്താണ്. ഈ നാട്ടുകാർക്ക് ഈ ദിവസം ഓർക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അവരെല്ലാം പറയുന്നത് മറക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ മറക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഓർക്കുന്നതെന്നാണ്. എനിക്കും വ്യക്തിപരമായി അറിയാം. എൻ്റെ വീട് ഇവിടെ നിന്നും ഒരു 8 കിലോമീറ്റർ അപ്പുറത്തെ കല്യാടാണ്. അവിടെ നിന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ TV-യിലൂടെ ഈ ദൃശ്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഞാനും ഇതുപോലെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് ഈ വാർത്ത TV-യിൽ കാണുന്നത്. അപ്പോൾ പെരുമണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പരിചിതമായ ഒരു സ്ഥലം കൂടിയാണ് ആ സമയത്ത് തന്നെ. കാരണം വീടിന് തൊട്ടടുത്തുള്ള ഒരു
സ്ഥലമാണ്. അപ്പോൾ വലിയ ഞെട്ടലോട് കൂടിയാണ്. കാരണം എനിക്ക് ഏകദേശം ഒരു 12 വയസ്സ് 5ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടാവുക. ഈ കൂട്ടത്തിൽ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ ഒരു അപകടത്തിൽ മരണപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോട് കൂടിയാണ് കണ്ടത്. അമ്മയും ഞാനും അച്ഛനും ഒക്കെ എൻ്റെ അമ്മയൊക്കെ ആ വാർത്ത കണ്ട് കരയുന്നത് നേരിട്ട് കണ്ട അല്ലെങ്കിൽ അങ്ങനെ ടി വിക്ക് മുന്നിലിരുന്ന് കാണുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു മായാത്ത ചിത്രം പോലെ നിൽക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ നമ്മൾ രാമകൃഷ്ണനോട് ഉൾപ്പെടെ ചോദിച്ചിരുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ പറയുന്നത് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഡ്രൈവറുടെ അശ്രദ്ധയായിരുന്നു ഈ 10 കുട്ടികളുടെ ജീവൻ എടുത്തത്. 11 കുട്ടികളുടെ പരിക്കേറ്റ് പിന്നെയും കിടക്കേണ്ടി വന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ഡ്രൈവർ കബീർ മൊഴി നൽകിയത്. 10 വർഷം, ഒരു കുട്ടിയുടെ ജീവന് 10 വർഷം എന്ന രീതിയിൽ ജയിലിൽ കഴിയണമെന്നുള്ളതായിരുന്നു കോടതിയുടെ ശിക്ഷ. 10 വർഷം എല്ലാം ചേർത്ത് 10 വർഷം ശിക്ഷ അനുഭവിച്ചു. ഇപ്പോഴും അദ്ദേഹം ജയിലിൽ തന്നെയാണ് കഴിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഡ്രൈവറുടെ അശ്രദ്ധയായിരുന്നു പെരുമണ്ണിലെ 10 പിഞ്ചു കുട്ടികളുടെ, പിഞ്ചോമനകളുടെ, നാടിൻ്റെ സ്വന്തമായി ഇന്നിപ്പോൾ ഒരു പ്രതീക്ഷയായി വളർന്ന് ഡോക്ടറും എഞ്ചിനീയറും നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ അത്തരത്തിൽ പഠനവും വിവാഹവും ഒക്കെയായി രക്ഷിതാക്കളും ഒക്കെയായി മാറേണ്ടുന്ന 10 പിഞ്ചോമനകളുടെ ജീവനാണ് ഡ്രൈവറുടെ അശ്രദ്ധ. ശരിയാണ് അർജുൻ, പറഞ്ഞു വന്നാൽ നമ്മളെല്ലാവരും കരഞ്ഞു പോകും. അത്രത്തോളം വലിയ വേദനയാണ്. നമ്മൾ ആലപ്പുഴയിലെ വിദ്യാർത്ഥികളുടെ മരണത്തിൻ്റെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് ഈ പെരുമണ്ണിലെ കുഞ്ഞുങ്ങളെയും ഓർക്കുന്നത്. ആ നാടൊന്നാകെ ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അർജുൻ കല്യാടും ഞാനും ഒക്കെ നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴിയാണ്. അവിടെ നമുക്ക് ഒരു നിമിഷം അവരെ ഓർക്കാണ്ട് കടന്നു പോകാൻ കഴിയില്ല. ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് അപകടത്തിന് കാരണമായത്. അർജുൻ പറഞ്ഞതുപോലെ അങ്ങനെ എത്ര പേരുടെ ജീവനാണ് പൊലിയുന്നത്. ഏതായാലും പെരുമണ്ണിലെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ നമ്മൾ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് വാർത്തയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും